ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ടാരോ ക്ലാസ്സിൻ്റെ ബുക്കിംഗ്സ് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ പറയാം. ബേസിക് കോഴ്സ് എന്ന് വെച്ചാൽ അതിൽ 3 മാസത്തെ ഒരു പ്ലാനാണ് എൻ്റെ. 3 മാസം നിങ്ങൾക്ക് കാർഡ്സ് 78 കാർഡ്സാണ്. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഓക്കെ, അതിൻ്റെ മാക്സിമം നിങ്ങൾക്ക് തനിയെ ഒരു ചെറിയ റീഡിങ്സ്, അതായത് ഒരു 3 കാർഡ് വരെ എടുക്കുന്നതായിട്ട് പഠിപ്പിച്ചു തരും. യെസ് ആൻഡ് നോ നോക്കുന്ന പഠിപ്പിച്ചു തരും. പിന്നെ ടൈമിങ് എങ്ങനെയാണ് പറയുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ടാരോയിൽ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അവനവന് വേണ്ടി റീഡ് ചെയ്യാനും നിങ്ങൾക്ക് ഡെയിലി ഗൈഡൻസ് പോലെ എടുക്കാം. ഓക്കെ, 2-3 കാർഡ്സ് എടുത്ത് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഫ്രണ്ട്സിന് വേണ്ടി നോക്കാം, നിങ്ങൾക്ക് അവനവന് വേണ്ടി നോക്കാം. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും നിങ്ങൾക്ക് സ്വയം ഒരു ആൻസർ കിട്ടാൻ പോലെ അതിന് വേണ്ട എല്ലാം എന്നെ കൊണ്ട് പറ്റുന്നത്ര ഗൈഡൻസ് ഞാൻ നിങ്ങൾക്ക് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. പിന്നെ അഡ്വാൻസ് ലെവൽ എന്ന് പറഞ്ഞിട്ട് അത് പിന്നീട് ഞാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ ബേസിക് ഞാൻ ആദ്യമായിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ബേസിക് പഠിച്ച ശേഷം നിങ്ങൾക്ക് സപ്പോസ് അതിനെ പ്രൊഫഷണലായിട്ട് ഇപ്പോൾ ഇതുപോലെ കൊണ്ടുപോകണം, നിങ്ങൾക്ക് യൂട്യൂബ് ചാനലാക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാനത് സെക്കൻഡ് ഒരു ബാച്ച് അത് പിന്നീട് കണ്ടിന്യൂസ് 3 മാസം കഴിഞ്ഞ ശേഷം ഞാൻ ആലോചിക്കുള്ളൂ. എനിവേ, സോ അങ്ങനെ ഒരു 2 ഭാഗമായിട്ടാണ്. എനിവേ, ഫസ്റ്റ് ഇപ്പം ഞാൻ തുടങ്ങുന്നത് ബേസിക് കോഴ്സാണ്. ബേസിക് കോഴ്സിൽ തന്നെ ഒരുവിധം നിങ്ങൾക്ക് 1 കാർഡ് റീഡിങ്, 3 കാർഡ് റീഡിങ് മാക്സിമം, യെസ് ആൻഡ് നോ പറയാൻ, ഓക്കെ, നിങ്ങൾക്ക് ഡെയിലി ഗൈഡൻസ് എടുക്കാൻ അത്രയ്ക്കെങ്കിലും നിങ്ങൾക്ക് സാധിക്കും. മീൻസ് അതിന് വേറെ വേണ്ട എല്ലാം എനിക്ക് പറ്റുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അത് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. ഞാൻ നമ്പർ താഴെ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്യൂ. ക്ലാസ് പേഴ്സണൽ റീഡിങ്സ് ഞാൻ അടുത്ത ആഴ്ച കഴിഞ്ഞിട്ട് എടുക്കുന്നുള്ളൂ. ബിക്കോസ് ഇതൊന്ന് എനിക്ക് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഇതിനൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് സമയം എനിക്കൊന്ന് ആവശ്യമുണ്ട്. ഓക്കെ, ഞാൻ അടുത്ത ഒരു ഫെബ്രുവരി 1 ശേഷം പേഴ്സണൽ റീഡിങ്സും എടുക്കാം. അപ്പോഴേക്കും ഞാനൊന്ന് പ്രിപ്പയർഡ് ആയിട്ട് ഈ ഒരാഴ്ച ജസ്റ്റ് എനിക്കൊരു ഗ്യാപ്പ് ഒന്ന് ആവശ്യമുണ്ട്. ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ നെക്സ്റ്റ് വീക്ക് ഔട്ട് എടുക്കാം. ഓക്കെ, ടാരോ ക്ലാസ് വാട്സാപ്പിൻ്റെ ത്രൂ ആയിരിക്കും. എനിക്ക് ഞാൻ നിങ്ങൾക്ക് വോയിസ് നോട്ട്സും PDF ആയിട്ടും എന്തൊക്കെ എനിക്ക് പറ്റുമോ എല്ലാം ഞാൻ തരത്തിൽ ഷെയർ ചെയ്ത് തരും. നിങ്ങളത് കേൾക്കുക, കാണുക, എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ടുള്ളത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം ഓപ്പൺ ആയിരിക്കും. ഗ്രൂപ്പ് ഓപ്പൺ ആക്കി തന്നെ വെക്കും. ലൈവ് ക്ലാസ് അല്ല, ഓക്കെ, ഓഫ്ലൈൻ ആയിരിക്കും. ഞാൻ മെസ്സേജസ് ഇടും, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം. ആ രീതിക്ക് നിങ്ങൾക്ക് കാണാം, കേൾക്കാം. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. ആ രീതിക്ക് നമുക്കൊരു പിന്നെ 3 മന്ത്സ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഗൈഡൻസ് ആവശ്യമുണ്ട് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, സോ അങ്ങനെയാണ് ടാരോൻ്റെ. ഇത് തന്നെ ഞാൻ കോപ്പി ചെയ്തിട്ട് മറ്റേക്കും ഇടാതാ നല്ലത്. ഓക്കെ, എനിവേ, സോ ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇന്നെടുക്കാൻ പോകുന്ന ഗൈഡൻസ് ജസ്റ്റ് ഇന്നത്തെ ദിവസം മൺഡേ അല്ലേ. ഓക്കെ, അപ്പം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്തായിരിക്കും, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്താണ് നടക്കാൻ സാധ്യത എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനുള്ള ഗൈഡൻസും യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, നിങ്ങൾ കേൾക്കേണ്ട 10 of Wands, Ace of Wands, 8 of Pentacles. ഓക്കെ, ഒരുപാട് ഓവർ വർക്ക്ഡ് ആയിട്ട് നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾ സ്ട്രെസ്സിലാണെന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ബേർഡൻ നിങ്ങളുടെ മേലെ, അതായത് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് നിങ്ങളുടെ മേലെയുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു ബേർഡൻ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. വല്ലാതെ ഐ തിങ്ക് ശരിക്കും നിങ്ങൾ വല്ലാതെ ടയേർഡായിട്ടുണ്ടാവും. ഓക്കെ, ഹെൽത്ത് വൈസ് ടയേർഡായിരിക്കാം, അങ്ങനെ ആയിരിക്കാം, മെൻ്റലി ടയേർഡായിരിക്കാം, അങ്ങനത്തെ കാര്യങ്ങളാണ്. മേ ബി ഇത് കഴിഞ്ഞ ആഴ്ചത്തെ എനർജി ക്യാരി ഫോർവേഡ് ആയിരിക്കും. ഓക്കെ, ഇന്നിപ്പോൾ മൺഡേ തുടങ്ങുമ്പോൾ ഒന്നല്ലല്ലോ. ഓക്കെ, ഇത് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ നടക്കുന്നുണ്ടാവാം. ബട്ട് ഇവിടെ ഏസ് ഓഫ് ഫയർ ആണ്. സോ ഏസ് ഓഫ് ഫയർ എന്ന് പറയുമ്പോൾ നമ്മളൊരു പുതിയൊരു കാര്യം തുടങ്ങുന്നതായിട്ട് പറയും. അത് പുതിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരും. ഓക്കെ, മേ ബി നിങ്ങളുടെ ഈ ഒരു ബേർഡൻ കുറയ്ക്കാൻ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടും എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് മേ ബി നിങ്ങൾ വേറെ ആരോടെങ്കിലും ഷെയർ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ മീൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും വരാം, ആ രീതിക്കായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഐഡിയാസ് യൂസ് ചെയ്ത് വേറെ എന്തെങ്കിലും ഐഡിയ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ട് എങ്ങനെയാണ് ഈ ബേർഡനെ ഒന്ന് നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ശ്രമിക്കും. നിങ്ങൾക്ക് അതിനുള്ള വഴികൾ കിട്ടുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓപ്പർച്യൂണിറ്റിയാണ്, ക്രിയേറ്റീവ് ആക്ഷൻ. ഓക്കെ, നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങും. ലൈക്ക് ഈ ഒരു ബേർഡനെ കുറയ്ക്കാൻ എങ്ങനെയാണ് ചെയ്യുക എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിച്ച്, പണത്തിൻ്റെ ബേർഡൻ ആണെങ്കിൽ, അതായത് പണം നമ്മൾ വീട്ടിൽ ലൈക്ക് ആവശ്യങ്ങളുണ്ട്, ലോണ്, കാര്യങ്ങൾ, കടങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾ സ്ട്രെസ് ആണെങ്കിൽ അതിന് മണി ഉണ്ടാക്കാനുള്ള വഴികൾ നിങ്ങൾക്ക് കിട്ടും. കാരണം ഇതൊരു കരിയറിൻ്റെ കാർഡാണ്, അല്ലെങ്കിൽ മണി ഏണിങ്ങിൻ്റെ കാർഡാണ്. സോ നിങ്ങൾക്ക് മണി ഏണിങ് വഴികൾ തുറന്നു കിട്ടും. ഓക്കെ, എന്തെങ്കിലും വഴിക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്തായാലും. ഓക്കെ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന്
ഹാർഡ് വർക്ക് ചെയ്യും നിങ്ങൾ. ഓക്കെ, എന്ത് തന്നെ ഓപ്പർച്യൂണിറ്റി ആയാലും ഐ തിങ്ക് നിങ്ങൾ അതിൽ കുറച്ച് വർക്ക് എന്താ പറയുക, നമ്മുടെ മാക്സിമം എഫേർട്ട് ഇടാൻ നിങ്ങൾ തയ്യാറാവും എന്ന രീതിയിൽ എനിക്ക് കാണുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് ചില ഐഡിയാസ് കിട്ടും. മേ ബി പുതിയതായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ, ഓക്കെ, കുറച്ചുകൂടി നിങ്ങൾക്ക് മണി ഏതെങ്കിലും വഴിക്ക് നിങ്ങൾക്ക് വരാൻ എന്തെങ്കിലും അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സാധ്യത എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു ബേർഡൻ, ഓക്കെ, ആ ബേർഡനിൽ നിങ്ങൾ പുറത്തു വരും. ഓക്കെ, ആ ബേർഡനിൽ പുറത്തു വന്നാൽ ഐ തിങ്ക് നിങ്ങൾ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ലക്ഷണമാണ് ഇന്നത്തെ ദിവസം എനിക്ക് കാണുന്നത്. കുറച്ച് ദിവസമായിട്ട് മേ ബി നിങ്ങൾ സ്ട്രെസ്ഡ് ആയിരിക്കാം ഈ ഒരു കാര്യം ആലോചിച്ചിട്ട്. എങ്ങനെയാണ് എനിക്ക് കുറച്ചുകൂടി പണം ഉണ്ടാക്കാൻ സാധിക്കുക, കരിയറിലാണെങ്കിലും പ്രൊമോഷൻ മേ ബി ഉള്ള സ്ഥലത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് സാലറി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ലൈക്ക് ആരെങ്കിലും പണം തരാനുണ്ടാവാം, നിങ്ങൾക്ക് പണത്തിൻ്റെ ആവശ്യങ്ങളുണ്ടാവാം. സോ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? ഐ തിങ്ക് ഇത് മോസ്റ്റ്ലി ഇന്ന് കരിയറിൻ്റെ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് ഐ തിങ്ക് ഐഡിയാസ് കിട്ടും. ആ ഐഡിയാസ് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മണി ഏണിംഗ് വഴികൾ കൊണ്ടുവരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. കുറച്ച് ക്ലാരിഫിക്കേഷൻ കൂടി എടുത്തേക്കാം. 10 of Cups, ഓക്കെ, ഫാമിലി, Queen of Cups, ബാലൻസ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങളൊന്ന് ബാലൻസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, ഈ ഒരു സ്ട്രെസ്സിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരും എന്ന് പറയാം. സൺ കാർഡ് ഉണ്ട് ഇവിടെ. നിങ്ങൾ ഇമോഷണൽ ആയിരുന്നു. ഐ തിങ്ക് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലാരിറ്റി കിട്ടാതെ എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ ആലോചിച്ച് ഐ തിങ്ക് നിങ്ങൾ കുറച്ച് ടെൻഷൻ ആയിരുന്നു. ബട്ട് ഇവിടെ എനിക്ക് നിങ്ങൾക്ക് ന്യായം ചെയ്യാൻ സാധിക്കും എന്ന് പറയാം. ഓക്കെ, ഇത് നിങ്ങളുടെ ഭാഗത്തുനിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. സോ നിങ്ങൾക്ക് ന്യായം ചെയ്യാൻ സാധിക്കും എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് അവരെ കെയർ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ഈക്വൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുക. ഫാമിലി മാത്രമല്ല, ഐ തിങ്ക് ഫാമിലി എന്ന് പറയുമ്പോൾ ഇത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ മാരീഡ്, അല്ലെങ്കിൽ അച്ഛനമ്മമാരെ, പാരൻസ് ആരും ആയിക്കോട്ടെ. ഓക്കെ, ആ രീതിക്ക് മേ ബി അവരുടെ എന്തെങ്കിലും സന്തോഷങ്ങൾ, ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾക്ക് ചിലപ്പോൾ ആ സ്ട്രെസ് ആയിരിക്കാം ദറ്റ്. പക്ഷേ ഇവിടെ ഐ തിങ്ക് നിങ്ങൾ ഓക്കെ ആവും. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴികൾ നിങ്ങൾക്ക് തുറന്നു കിട്ടും, ഓപ്പർച്യൂണിറ്റീസ് കിട്ടും എന്ന് പറയാം. ഇവിടെ കെയറിങ് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് കെയറിങ് ആയിട്ട് ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും. സോ അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇത്ര ടെൻഷൻ. എൻ്റെ ഫാമിലി എനിക്ക് സന്തോഷമാക്കി വെക്കാൻ പറ്റുന്നില്ല എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ബട്ട് ഐ തിങ്ക് ആ ഒരുപാട് കെയറിങ് ആയതുകൊണ്ടാണ്. നിങ്ങളുടെ ഇമോഷൻസിനെ ഒന്ന് നിങ്ങൾ ബാലൻസ് ചെയ്യുക, കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങുക. ഓക്കെ, വേറൊരു കാര്യം കൂടി പറയാം. എനിക്ക് ഇവിടെ സക്സസ് ആണ്. എനിവേ സൺ കാർഡ് ഉണ്ട്, സക്സസ് വരുന്നു എന്ന് തന്നെയാണ്. ഒരു കാര്യം എനിക്ക് പറയാൻ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, മേ ബി നിങ്ങൾ കുറച്ച് കൂടുതൽ ബേർഡൻ നിങ്ങളുടെ മേലെടുത്തിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ തന്നെ പ്രഷർ നിങ്ങളുടെ മേലെടുക്കുന്നുണ്ടാവും. എന്നിട്ട് ഇവരെ സന്തോഷിപ്പിച്ച് വെക്കണം, ഇവരെ എല്ലാ ആഗ്രഹങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം എന്ന രീതിക്ക് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ചില സമയത്ത് ശരിക്കും പറഞ്ഞാൽ എനിവേ എന്താ പറയുക, നിങ്ങളൊന്ന് ബാലൻസ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത്രമാത്രം ചെയ്താൽ മതി. ഇതെപ്പോഴും 10 of Wands എപ്പോഴും നമ്മൾ പറയുന്ന അതാണ്, നമ്മൾ താങ്ങാൻ പറ്റുന്നതിൽ കൂടുതൽ ബേർഡൻ എടുത്തിട്ടുണ്ട് എന്ന രീതിക്കാണ്. സോ കുറച്ചൊന്ന് നിങ്ങൾ ആലോചിച്ച് കൺട്രോൾ ചെയ്യാം. ഓക്കെ, ഒരുപാട് നിങ്ങൾ ഓവർ ഗിവിങ് ആണ്. ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് ഓവർ ഗിവിങ് ചെയ്യുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കാൻ. അതുകൊണ്ട് ആ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഇത്രത്തോളം നിങ്ങൾ സ്ട്രെസ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ഒരു ബാലൻസ് വെക്കാൻ നിങ്ങൾ പഠിക്കണം. ഓക്കെ, എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് നോക്കുക. പറ്റാത്തതിനെ നിങ്ങൾ വിട്ടു കളഞ്ഞേക്കാം. ബിക്കോസ് ഒരുപാട് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ ടയർഡായി പോവുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഒട്ടും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോകും. സോ അതിനേക്കാൾ നല്ലത് നിങ്ങൾ ഫാമിലിക്ക് ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മതിയാവും ഹാപ്പി ആവാൻ. ഓക്കെ, സോ അതിനനുസരിച്ച് നിങ്ങൾ എന്താണ് ബാലൻസ് എങ്ങനെ കൊണ്ടുവരിക, അവരുമായിട്ട് ഷെയർ ചെയ്യുക. എനിക്ക് ഇത്രത്തോളം എനിക്കിങ്ങനെ സ്ട്രെസ് ഉണ്ട്, അല്ലെങ്കിൽ പറ്റുന്നില്ല, എന്തെങ്കിലും അവരുമായിട്ടൊന്ന് സംസാരിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, മേ ബി സപ്പോർട്ട് ആരുടെയെങ്കിലും കിട്ടാം, അങ്ങനെയും പറയാം. സോ ആ ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ ഐ തിങ്ക് നിങ്ങൾ ഓക്കെ ആയിരിക്കും. ഓക്കെ, എന്തായാലും ഓക്കെ ആവുന്നതായിട്ടാണ് കാണുന്നത്. സോ ആ ഒരു ബേർഡൻ മാത്രം നിങ്ങളൊന്ന് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള വഴികൾ ഐ തിങ്ക് ഇന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, കുറച്ചൊന്ന് റിലാക്സ് ആവും നിങ്ങൾ. ഓക്കെ, ലെറ്റ്സ് സീ, നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആയിട്ട് എടുക്കാം. എപ്പോഴും നമ്മൾ അവനവൻ്റെ മേലെ ഒരുപാട് ഈ ബേർഡൻ എടുക്കൽ നമ്മളുടെയൊക്കെ സ്വഭാവമാണ്, അതാണ് പ്രശ്നം. ഓക്കെ, എനിവേ ഡിലിജൻസ്, ഹാർഡ് വർക്കിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഡിലിജൻസും ഉണ്ട്, ഓപ്പൺനെസ്, അഡ്വെഞ്ചേഴ്സ്, purification, okay, truth, pleasure, okay, day last, courage and wonders ഉണ്ട് ഇവിടെ. ഓക്കെ, ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എഫേർട്ട് ഇടുന്നത് മാക്സിമം നിങ്ങൾക്ക് സാധിക്കുന്നത്ര. ഓക്കെ, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക. ഓക്കെ, ഞാൻ അതാ പറഞ്ഞു, ബേർഡൻ ഒരുപാട് ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ എഫേർട്ട് തന്നെ ഇടാൻ പറ്റാതെയാവും. സോ ആലോചിച്ച് തീരുമാനിച്ച് നിങ്ങൾ
കാര്യങ്ങളിൽ നിങ്ങൾ ഇടുന്ന എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക. അതിനുള്ള ന്യായം തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാതിരിക്കില്ല. സന്തോഷങ്ങൾ യൂണിവേഴ്സ് തരും നിങ്ങൾക്ക്. ഓക്കെ, ജസ്റ്റിസ് നമ്മൾ കണ്ടിരുന്നു. യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് ജസ്റ്റിസ് തരും. ഓക്കെ, ഓപ്പൺനെസ് പറയുന്നുണ്ട്. നിങ്ങൾ കുറെ കൂടി ഓപ്പണായിട്ട് മൈൻഡ് ഓപ്പൺ ആക്കിയിട്ട് വേറെ എന്താ പറയുക, ഒരുപാട് വഴികൾ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഓക്കെ, അതിനെല്ലാം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ തയ്യാറാവുക. അഡ്വഞ്ചറും ഉണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ പുതിയതായിട്ട് തുടങ്ങുന്നത് ഞാൻ പറഞ്ഞു. മേ ബി നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ ചിലപ്പോൾ വഴികൾ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുക. മേ ബി നിങ്ങൾക്ക് കുറച്ചുകൂടി അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ഹാപ്പി ലൈഫിന് വേണ്ടിയിട്ട് ഓക്കെ നിങ്ങൾക്ക് പല വഴികളും ഉണ്ടാവും. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക, ചിന്തിച്ച് നോക്കുക. ഓക്കെ, അഡ്വഞ്ചർ എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമായിരിക്കാം. എന്തെങ്കിലും പ്യൂരിഫിക്കേഷൻ എന്ന് കാണുന്നുണ്ട്. സോ നിങ്ങളൊന്ന് മേ ബി മൈൻഡ് റിലാക്സ് ആവും എന്ന രീതിക്കാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. നിങ്ങൾ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, സന്തോഷമായിട്ട് ഫീൽ ചെയ്യും. സൺ കാർഡ് ഉണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് എന്തായാലും വരും. ഓക്കെ, ബട്ട് അതിന് അവിടെ എത്താനുള്ള ഒരു ടെൻഷനാണ്. ഐ തിങ്ക് ആ ഒരു സമയത്തിൻ്റെയാണ്. ട്രൂത്ത് ഉണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങൾ ട്രൂത്ത് അക്സെപ്റ്റ് ചെയ്യുക. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്ക് എത്രത്തോളം സാധിക്കും ആ സത്യം നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തത് നമ്മുടെ തലയിലെടുത്ത് വെക്കുമ്പോൾ ശരിക്കും അത് മറ്റുള്ളവർ അറിയുന്നില്ല. നിങ്ങൾ പറഞ്ഞാലല്ലേ അറിയുള്ളൂ. ഓക്കെ, എത്രത്തോളം നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ ഷെയർ ചെയ്താലല്ലേ അവർക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ പറ്റിയാൽ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ട്രൂത്ത് പറയുക എന്നാണ്. മനസ്സിലുള്ള എന്തെങ്കിലും ഭാരങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത്, വീട്ടിലെ ഫാമിലിയോടോ ഫ്രണ്ട്സിനോടോ ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് ഒന്ന് ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വഴികൾ തുറന്നു കിട്ടും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ള ചിലപ്പോൾ ഓപ്ഷൻസ് കിട്ടും. ഓക്കെ, നിങ്ങൾ ഓക്കെ പ്ലഷർ കാണുന്നുണ്ട്. സന്തോഷം ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾ ഐ തിങ്ക് ഫാമിലിയുമായിട്ട് നല്ല സമയങ്ങൾ സ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ എന്ന രീതിക്കോ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഫാമിലിയുടെ കൂടെ ഓക്കെ സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് കറേജ് ഉണ്ട്. ധൈര്യം വെച്ച് മുന്നോട്ട് പോവുക എന്നാണ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങളുടെ ഉള്ളിൽ ആ ധൈര്യം ഉണ്ട്. ഓക്കെ, എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള ധൈര്യമുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഹാർഡ് വർക്ക് കുറച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ബ്ലെസ്സിങ്സ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടും. ഓക്കെ, അനാവശ്യമായ ബർഡൻ എടുത്ത് മേലെ വയ്ക്കാതിരിക്കുക. അതിപ്പോൾ മനസ്സിലെ ഭാരങ്ങളായാലും ശരി, ഓക്കെ ജീവിതത്തിലെ ഭാരങ്ങളായാലും ശരി, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാം, പങ്കുവെക്കാം. ഓക്കെ, ആൻഡ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വഴികൾ ഓപ്പൺ ആയിട്ട് കിട്ടും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തു ഇന്നത്തെ എനർജി. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.